പൂർണ്ണമായി തുണച്ചിരിക്കുന്നു. 16 സീറ്റുകളിൽ ബി.ജെ.പിക്ക് മധ്യവർഗങ്ങൾ ഭൂരിപക്ഷമായ അല്ലെങ്കിൽ നിർണായകമായ സ്ഥലങ്ങളിൽ ലീഡുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് 8 സീറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ആദായ നികുതി 28 സീറ്റുകളിൽ കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളിൽ ഇപ്പോൾ ബി.ജെ.പി എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് 36 സീറ്റുകളിലേക്ക് വരുന്നത്. 29 സീറ്റുകളുടെ നഷ്ടമാണ് ഇതിനകം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് 62-ൽ നിന്ന് കേവലം 25-ലേക്ക് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് ഡൽഹി ജനതയുടെ മനസ്സിൽ ഇപ്പോൾ തൽക്കാലം സ്ഥാനമില്ല എന്നതിന്റെ ഉദാഹരണമായി മാറുന്നു. അങ്ങനെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുവാൻ ബി.ജെ.പിക്ക് കഴിയുന്ന 36 എന്ന മാന്ത്രിക സംഖ്യയിൽ ഇപ്പോഴും എത്തുന്നു. ദ്വാരകയിൽ ഇപ്പോഴും ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. കൂടുതൽ വോട്ടുകളുടെ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ, അതീഷ് സിംഗ് ഇപ്പോഴും പിന്നിലാണ്, മനീഷ് സിസോദിയയും ഇപ്പോഴും പിന്നിലാണ്. ന്യൂഡൽഹി 1.25 മണിക്കൂറായി വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഈ 3 നേതാക്കൾക്ക് മുന്നോട്ട് അതാണ് ഏറ്റവും പ്രധാനം. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, അതീഷ് പിന്നിലാണ്. ഈ 3 VVIPകളും പിന്നിലാണ് എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ പ്രതിഫലിച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. 36-ലേക്ക് ഇപ്പോഴും 38-ലേക്ക് കടന്നു അല്ലെ. 38 സീറ്റുകളായിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് പർവേഷ് വർമ്മയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ. അങ്ങനെ പർവേഷ് വർമ്മ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാൾ പിന്നിട്ട് നിൽക്കുന്നു. 38-ലേക്ക് ബി.ജെ.പി അതായത് എക്സിറ്റ് പറഞ്ഞിരുന്നത് 43 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് കിട്ടാമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ്. 28-ലേക്കെങ്കിലും 5 സീറ്റുകളുടെ ഫലസൂചനകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. അപ്പോൾ 39 നിലയിലേക്ക് ബി.ജെ.പി എത്തുന്നു. ആം ആദ്മി പാർട്ടി 25, കോൺഗ്രസ് 1. നിലവിലെ കണക്കനുസരിച്ച് ഒരു 40-നും 45-നും ഇടയിൽ 41 സീറ്റുകളോ 42 സീറ്റുകളോ ബി.ജെ.പി കിട്ടാം. അതല്ല എങ്കിൽ അതിനേക്കാൾ മോശം പ്രകടനത്തിലേക്ക് ബി.ജെ.പി പോകുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് 27 വരെ പരമാവധി സീറ്റുകളിൽ അതിൽ ഉറപ്പിക്കാം. കോൺഗ്രസിന് പക്ഷേ ഈ ദേവേന്ദ്ര യാദവിന്റെ ലീഡ് നില നോക്കുമ്പോൾ ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. പക്ഷെ അത് ആദ്യം മുതൽ ഉറപ്പായ സീറ്റായിട്ട് ഇപ്പോഴും കരുതുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിന് ആ ഒരു സീറ്റിൽ ജയിച്ച് 0-ൽ നിന്ന് കരകയറാൻ പറ്റും. പക്ഷെ കോൺഗ്രസ് ഇവിടെ കൂടുതൽ മറുപടി പറയേണ്ടി വരും. കാരണം ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയുടെ ബി ടീമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ള ഒരു ആരോപണം അവിടെ ഉണ്ടായിരുന്നു. വിമർശനമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിലെ ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് ബി.ജെ.പി കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് അവിടെ ഒരു വോട്ട് കട്ടറായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് വരാൻ പോകുന്നത്. 40-ലേക്ക് ബി.ജെ.പിയുടെ ലീഡ് കൂടിയിരിക്കുകയാണ് അല്ലെ. 40-ലേക്ക് എത്തിയിരിക്കുന്നു. 25 ആയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ. അപ്പോൾ ഇനി 4 സീറ്റുകളുടെ ലീഡ് മാത്രം വരാൻ ബാക്കിയുള്ളപ്പോഴാണ് 40-ലേക്ക് ബി.ജെ.പിയുടെ ലീഡ് കൂടിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഈ ലീഡ് നില ഉയർത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഡൽഹി ഭരണമാറ്റത്തിലേക്ക് പോവുകയാണ് എന്നതിന്റെ കൃത്യമായ വിവരം വന്നു കഴിഞ്ഞു. 39-ലേക്ക് താണിട്ടുണ്ട്. എങ്കിൽ പോലും അത് കംഫർട്ടബിൾ ആണ്. ഇപ്പോഴും അതീഷ് ഇപ്പോഴും പിന്നിലാണ്. രമേഷ് ബിദൂരി എന്ന നേതാവാണ് ഇപ്പോഴും ബി.ജെ.പിക്ക് വേണ്ടി അവിടെ കൽക്കാജി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന. 39, 25, 1 എന്നായി മാറിയിരിക്കുകയാണ്. ദ്വാരക നോക്കുകയാണെങ്കിൽ ദ്വാരകയിൽ ഇപ്പോഴും ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ് അല്ലെ. അതെ, ദ്വാരകയിൽ ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ പരമ്പരാഗത സീറ്റുകളിലൊക്കെ അവർ ലീഡ് ചെയ്യുന്നു. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ പുറകിലാക്കിയിരിക്കുന്നു എന്നാണ് സൂചന. കാരണം ഇതൊരു കൃത്യമായ ഡൽഹിക്ക് പഴയ മതിപ്പ് ഏതായാലും ആം ആദ്മി പാർട്ടിയോട് ഇല്ല, നേതാക്കളോട് ഇല്ല എന്ന് തന്നെയാണ് സൂചന. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്. കാരണം ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാൾ ഒരു തോൽവി ഉണ്ടാകും എന്നുള്ളത് കാര്യം അദ്ദേഹം എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഡൽഹി ജനതയ്ക്ക് കിട്ടിയിരുന്ന ഈ സൗജന്യ സേവനങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്നതായിരുന്നു. അതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന അതേ ജനങ്ങൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ട്രെൻഡിൽ മാറ്റം വന്നിരിക്കുകയാണ്. എന്നുമെന്നും സൗജന്യ സേവനങ്ങൾ എന്ന് പറഞ്ഞ് ജനത്തെ കയ്യിലെടുക്കാൻ പറ്റുകയില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണോ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ്. ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ വാഗ്ദാനങ്ങൾ ബി.ജെ.പി നൽകിയിട്ടുണ്ട്. 42, 23, 1 എന്നുള്ളതായിരിക്കുകയാണ്. അതായത് ഇനി ഒരു 4 സീറ്റിലെ ലീഡ് മാത്രം വരാൻ ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 42 എന്നുള്ള കംഫർട്ടബിൾ പൊസിഷനിലേക്ക് വരികയാണ് ബി.ജെ.പി. ഇപ്പോഴും വാസിർപൂർ മണ്ഡലത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ ട്രെൻഡ് അതാണ് വരുന്നത്. പട്പൽഗഞ്ചിൽ ഇപ്പോഴും ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ബാബർപൂർ മണ്ഡലം അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഇപ്പോഴും AAP തന്നെയാണ് അല്ലേ. അതെ.
ഒപ്പം തന്നെ ബാബർപൂർ നിലവിൽ ഗോപാൽ റായ് പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ആം ആദ്മി പാർട്ടി. അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2013 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്, പിന്നീട് മന്ത്രിയൊക്കെയായി. പക്ഷേ ഈ മുൻനിര നേതാക്കളൊക്കെ തന്നെ പിന്നിട്ട് നിൽക്കുമ്പോൾ ബാബർപൂരിൽ അദ്ദേഹം സോമനാഥ് ഭാരതി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറകിൽ പോയിരുന്നു. പക്ഷേ മുൻനിര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഏതായാലും പുറകിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ ഇപ്പോൾ ഗോപാൽ റായ് ആകട്ടെ, ഒപ്പം തന്നെ സത്യേന്ദ്ര ജെയിൻ ആകട്ടെ, അവരൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങൾ ആരാണോ അവരെല്ലാം പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നത്. 43 എന്നുള്ളത് വലിയ ഒരു സംഖ്യ തന്നെയാണ് BJPക്ക് ഡൽഹിയിൽ. 36 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ നിന്ന് 43 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 12 വർഷത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. 32 2013 നേടിയതാണ്. ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം 2015 ആയപ്പോഴേക്ക് 3 കുറഞ്ഞിരുന്നു. 2020 8 സീറ്റായിട്ട് BJPയുടെ അംഗങ്ങൾ കൂടിയിരുന്നു. പക്ഷേ ഇത്തവണ അത് 40 മുകളിലേക്ക് 42 സീറ്റുകളിൽ ലീഡ്. 23 ആം ആദ്മി പാർട്ടിയുടേത്. ഒരു സീറ്റിൽ ഇപ്പോഴും കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. കേജ്രിവാളും സിസോദിയയും അതീഷിയും ഇപ്പോഴും പിന്നിലാണ്. മാത്രവുമല്ല, ഇനി 4 സീറ്റുകളിലെ പല സൂചനകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. അപ്പോൾ ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് BJP എത്തുന്നു എന്നതാണ് സൂചന. കാരണം 36 കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പർ, അതിപ്പോൾ 42. ഇനി 1-2 ഒരുപക്ഷെ സീറ്റുകളിലേക്ക് കൂടി നിലവിലെ കണക്കനുസരിച്ച് BJP ലീഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൂടെ 40-നും 45-നും ഇടയിലുള്ള ഒരു നമ്പറിലേക്ക് വരാം. ഈ 42 എന്ന് പറയുമ്പോൾ അതിൽ 36 സീറ്റുകളും ഇല്ല. ഇപ്പോൾ കാണാം 34 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളായിരുന്നു. അല്ലെ, 42 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ അതിൽ 34 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സീറ്റിലാണ് BJP ലീഡ് ചെയ്യുന്നത് എന്നത് തന്നെ ഏത് രീതിയിലാണ് ഇത്തവണ BJP ഡൽഹിയിൽ മുന്നേറ്റം നടത്തുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. 34 സിറ്റിംഗ് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പിടിച്ചെടുക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അത് അതിനേക്കാൾ കൂടിയേക്കാം. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നഷ്ടം എന്നുള്ളത് കനത്ത നഷ്ടമാണ്. കോൺഗ്രസിനാകട്ടെ നേട്ടമാണ്. ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 തവണ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ PCC അധ്യക്ഷൻ തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടിയാലും ലാഭം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഇനി എത്ര വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 5% താഴെയാണ്. അപ്പോൾ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ട് ഏതെങ്കിലും തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി. കുറച്ച് സമയം കഴിയുമ്പോൾ ഏത് രീതിയിലാണ് ഓരോ പ്രദേശത്തെയും കൃത്യമായ പോളിംഗ് പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എവിടെയൊക്കെയാണ് കോൺഗ്രസിന്റെ സ്വാധീനം ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്ലോസ് കോണ്ടസ്റ്റ്, അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്, ഇക്കാര്യങ്ങളും മാജിക് വാളിൽ അറിയാം. കിരൺ മാജിക് വാളിൽ ഉണ്ടെങ്കിൽ പല പുതിയ വിവരങ്ങളും മാജിക് വാളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കിരൺ, എന്തെല്ലാം പുതിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്? ക്ലോസ് ഫൈറ്റ് എവിടെയാണെന്ന് പോലും വന്നിട്ടുണ്ടല്ലോ കണക്കുകൾ. എന്താണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ്? മഞ്ജുഷ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് 41 സീറ്റുകളോടുകൂടി വ്യക്തമായ ആധിപത്യത്തോടു കൂടിയാണ് BJP മുന്നേറ്റം നയിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 33 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 34 സീറ്റുകളാണ് 34 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ആ ഒരു സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നൊരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു. അത് കോൺഗ്രസിന് തുടക്കം മുതൽ തന്നെ ലീഡ്